ദൈവം വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത എൻ്റെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ഒരു വൈദികനാകണം എന്നുള്ളൊരു വലിയ മോഹം ആയിട്ടാണ് ഞാൻ എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഒരു സാധാരണക്കാരനായ എനിക്ക് ഒരു വൈദികനായി തീരാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുക ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുട്ടികളെയാണ്, 1-2 സ്ഥാനമൊക്കെ കിട്ടുന്ന കുട്ടികളെയാണ് സാധാരണ വൈദികരാകാനൊക്കെ പോകുന്നത്. പറമ്പിലൊക്കെ ജോലി ചെയ്ത് അങ്ങനെയൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ ആഗ്രഹം, വൈദികനാകണമെന്നുള്ള ആഗ്രഹം. ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഒരു മനസ്സാണ്, നമ്മുടെ ഒരു ഹൃദയമാണ്, തമ്പുരാനോട് ചേർന്ന് നടക്കാനുള്ള ഒരു ഹൃദയം. പ്രൈസ് ബി ജീസസ് ആൻഡ് മേരി, നൗ ആൻഡ് ഫോറെവർ. എൻ്റെ പേര് ഫാദർ ബാബു മുരിങ്ങയിൽ. ഞാൻ ഇടുക്കി രൂപതയിൽ അടിമാലിക്കടുത്ത് മുക്കുടം ഇടവകക്കാരനാണ്. ഞാൻ റൊഗേഷനിസ്റ്റ് സന്യാസ സഭയിലെ വൈദികനാണ്. എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ, ഞങ്ങൾ 8 മക്കളാണ്. അപ്പനും അമ്മയും 8 മക്കളുമാണ് ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ 6ാമത്തെ ആളാണ്. എൻ്റെ ഏറ്റവും ഇളയ സഹോദരി കന്യാസ്ത്രീയാണ്. സിസ്റ്ററിൻ്റെ പേര് അനുഷ. അവള് പ്രേക്ഷിതാരം സന്യാസ സഭയിലെ അംഗമാണ്. ഇപ്പോൾ കണ്ണൂരിലാണ് അവൾ സേവനം ചെയ്യുക. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ഇത്തിരി ആഗ്രഹിക്കുകയാണ്. ഒരു പയസ്സായിട്ടുള്ള ഒരു കുടുംബമാണ്. അപ്പനും അമ്മയും ഒക്കെ പള്ളിയോടും അതുപോലെ വിശുദ്ധ ബലിയോടും സന്ധ്യാപ്രാർത്ഥനയോടും ഒക്കെ വലിയ സ്നേഹവും ബഹുമാനവും ആദരവും കാണിച്ചു. അത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വൈകിട്ട് അന്ന് ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്നതിന് മുമ്പാണ്, എനിക്ക് തോന്നുന്നത് 88 കാലഘട്ടങ്ങൾക്കൊക്കെ മുമ്പാണ്. അന്ന് സന്ധ്യമണി പള്ളിയിൽ അടിച്ചാൽ നിർബന്ധമായും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിലെല്ലാവരും ഉണ്ടാകണം. അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി ഞങ്ങളെല്ലാവരും ചേർന്ന് എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചെല്ലും. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കും. അതൊക്കെ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. എൻ്റെ 12ാമത്തെ വയസ്സിലാണ് അപ്പം മരിക്കുക. അപ്പന് സ്ട്രോക്ക് വന്നു. അതിനുശേഷം ആശുപത്രിയിൽ വെച്ച് അപ്പം മരിക്കുകയാണ്. പിന്നീട് ഞങ്ങൾക്ക് ഈ 8 മക്കൾക്കും അപ്പനും അമ്മയും എല്ലാം എൻ്റെ അമ്മയാണ്. അമ്മ ഞങ്ങളുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പയസ്സായിട്ടുള്ള ഒരു അമ്മയാണ് എനിക്കുണ്ടായിരുന്നത്. പള്ളിയോടും അതുപോലെ ഈ വിശുദ്ധ കുർബാനയോടുമൊക്കെ വലിയ സ്നേഹം ആദരവ് കാണിച്ചിരുന്നു. അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളെ അടുത്ത് ചേർത്ത് നിർത്തി ഈശോയെക്കുറിച്ചും അതുപോലെ വിശുദ്ധരെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരുന്നു. ആ വിശുദ്ധരിൽ അൽഫോൺസാമ്മ ഒരു മെയിൻ സ്റ്റോറിയാണ് എപ്പോഴും അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നു. കാരണം അമ്മയും അപ്പനും പാലാക്കാരാണ്. അപ്പം അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ അറിവും ഒക്കെ ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവങ്ങളായിട്ട് പറഞ്ഞു തരാറുണ്ടായിരുന്നു. വീട്ടിൽ ഞങ്ങളെല്ലാവരും കർഷകരാണ്. അപ്പനും കർഷകനാണ്, അതുപോലെ മക്കളും ഒക്കെ കർഷകരാണ്. എല്ലാവരും പറമ്പും പാടവും ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഒരു 8 ഏക്കർ സ്ഥലമുണ്ട്. വീട്ടിൽ ധാരാളം പണിക്കാരുമുണ്ട്. അപ്പം അവരുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ജോലി. അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അവർ പറമ്പിലൊക്കെ ആയിരിക്കുമ്പം ഭക്ഷണം എത്തിച്ചു കൊടുക്കുക ഒക്കെയാണ്. അതോടൊപ്പം തന്നെ അവരുടെ കൂടെ വർക്കും ചെയ്യും. ഞാൻ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിനും വലിയ അവധിയൊക്കെ കിട്ടുമ്പം ചേട്ടന്മാരുടെ കൂട്ടത്തിൽ പാടത്തും പറമ്പിലൊക്കെ ഇറങ്ങി പണിയൊക്കെ ചെയ്യും. അതൊരു സന്തോഷമാണ്, ഒന്നിച്ചൊന്ന് ജോലി ചെയ്യുക എന്നുള്ളത്. പാടം കിളയ്ക്കാനും പറമ്പ് വൃത്തിയാക്കാനും ഒക്കെ കൂടും. അതുപോലെ മറ്റ് ജോലികളെല്ലാം ചെയ്യാനായിട്ട് സന്തോഷമാണ്. ഇന്നും അച്ഛനായി കഴിഞ്ഞിട്ടും അതിനൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് കൃഷിയോട് വളരെ താല്പര്യമുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ കൃഷിയാണെങ്കിൽ തന്നെയും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ദൈവം വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത എൻ്റെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ഒരു വൈദികനാകണം എന്നുള്ളൊരു വലിയ മോഹം ആയിട്ടാണ് ഞാൻ എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഒരു സാധാരണക്കാരനായ എനിക്ക് ഒരു വൈദികനായി തീരാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. അതിന് ഞാൻ പറയുന്നത്, ഞാൻ പട്ടം കിട്ടി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ അനുമോദനം ഉണ്ടായിരുന്നു പള്ളിയിൽ വെച്ച് ഒരു 17 വർഷം മുമ്പ്. അപ്പോൾ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചർ പറയുന്നുണ്ടായി, ഒരു കുട്ടിയെ നോട്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അവൻ മിടുമിടുക്കനായിരിക്കണം, നന്നായിട്ട് പഠിക്കുന്നവനായിരിക്കണം, അല്ലെങ്കിൽ അവൻ ഉഴപ്പനായിരിക്കണം, അവൻ ഇത്തിരി കുസൃതിയൊക്കെ ചെയ്യുന്നവനായിരിക്കണമെന്ന്. ഇതിൽ രണ്ടിലും ബാബു പെട്ടിട്ടില്ല. അതുകൊണ്ട് ബാബുവിനെ അന്നും ഇന്നും ആരും നോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാണ്.
പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ തമ്പുരാൻ എന്നെ നോട്ട് ചെയ്തായിരുന്നു, എന്നെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ഞാനിങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ടൊക്കെ പോകുമ്പോൾ പോകാനായിട്ട് ഏറ്റവും എന്നെ സ്വാധീനിച്ചത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ ആ പുണ്യവും അമ്മയുടെ ശാന്ത സ്വഭാവവും ഒക്കെ കുറച്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ അപ്പൻ്റെ സ്ട്രിക്റ്റ് സ്വഭാവമുണ്ട്, അപ്പൻ ഇത്തിരി സ്ട്രിക്റ്റ് ആണ്. ഇത് രണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതെന്നെ സഹായിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പൻ സ്ട്രിക്റ്റ് ആണെങ്കിലും അമ്മയുടെ സ്നേഹവും വാത്സല്യവും അതുപോലെ അമ്മയുടെ ആ പയസ് ആറ്റിറ്റ്യൂഡും ഒക്കെ ഞങ്ങളെ എല്ലാവരെയും ധാരാളം സ്വാധീനിച്ചിട്ടുണ്ട്. പാവങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ ആ കരുണ, അവർക്ക് അരിയോ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് അമ്മ ഒരു മടിയും വിചാരിച്ചിരുന്നില്ല. അത് നമുക്കുണ്ടോ അല്ലെങ്കിൽ അത് മുന്നും പിന്നും ചിന്തിക്കാതെ അമ്മ അങ്ങനെ ചെയ്യാറുണ്ടായി. ഇടയ്ക്കൊക്കെ ആര് വന്നാലും അവരെ സഹായിക്കാനൊരു മടിയും കാണിക്കാറില്ല. അത് മക്കളെല്ലാവരും അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അത് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പത്താം ക്ലാസ്സിലെ ഒരു വർഷത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും കോളേജിൽ ചേർന്നു. കോളേജിൽ ഓർത്ത് ഗ്രൂപ്പ് എടുത്താണ് ഞാൻ പഠിക്കുക. അക്കൗണ്ടൻസിക്കാണ് ചേർന്നത്. ബാങ്കിൽ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ആയിട്ട് കയറി കൂടാം എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് അതിൽ ചേരുക. പക്ഷേ അപ്പോഴും എല്ലാം എൻ്റെ ഉള്ളിൽ ഈ വൈദികനാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. വചനം പറയുക, പാവപ്പെട്ടവരെയും മുക്കുവരെയൊക്കെയാണ് തമ്പുരാൻ വിളിച്ച് കൂടെ ചേർത്ത് വചനം പ്രഘോഷിക്കാനായിട്ട്. അപ്പോൾ അത് എപ്പോഴും കേൾക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴും എന്നെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത് ഇത് ആരോട് പറയും? അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുക ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുട്ടികളെയാണ്, 1 or 2 സ്ഥാനമൊക്കെ കിട്ടുന്ന കുട്ടികളെയാണ് സാധാരണ വൈദികരാകാനൊക്കെ പോകുന്നത്. ഇതുപോലെ ഈ ഇടത്തട്ടുകാരായിട്ടുള്ള കുട്ടികളെയൊക്കെ എടുക്കൽ ചുരുക്കമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടൊരു ജാള്യതയാണ്. വൈദികരൊക്കെ ചിലരൊക്കെ വന്ന് പോകാറുണ്ട്. ദൈവവിളി താല്പര്യമുള്ളവരൊക്കെ പേര് കൊടുക്കാൻ അച്ഛനും പള്ളിയിൽ വിളിച്ച് പറയാറുണ്ട്. പക്ഷെ അതിന് ചേരാനായിട്ടൊരു മടിയാണ്, വലിഞ്ഞു നിൽക്കുന്നൊരു സ്വഭാവമാണ് അന്ന് മുതൽ എനിക്ക്. പക്ഷെ ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ വളർന്നു വലുതായി. പലപ്പോഴും പഠനം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടും എങ്ങും എത്തിയില്ല. വീണ്ടും ഒരു വർഷം ബ്രേക്ക് എടുത്തു. പറമ്പിലൊക്കെ ജോലി ചെയ്ത് അങ്ങനെയൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ ആഗ്രഹം, വൈദികനാകണമെന്നുള്ള ആഗ്രഹം. ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഞാൻ വികാരിയച്ഛനെ ചെന്ന് കണ്ട് സംസാരിക്കുക, അച്ഛാ എനിക്കൊരു വൈദികനായാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് എന്നെ ഉറക്കമില്ലാതെ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ്, എന്തിയ മോനെ നീ ഇത് നേരത്തെ പറയാത്തത്? എല്ലാ സപ്പോർട്ടും ഞാൻ നിനക്ക് തരും എന്ന് അച്ഛൻ പറയാണ്. ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിൽ എന്ന് പറഞ്ഞ അച്ഛനാണ് അന്ന് മുക്കുടം ഇടവക വികാരിയായിരുന്നത്. അച്ഛനെ പിന്നീട് ഞാൻ ചെന്ന് കണ്ടു. പട്ടം കിട്ടിയതിന് ശേഷം അച്ഛൻ കോതമംഗലം രൂപതയിൽപ്പെട്ട അച്ഛനാണ്. അച്ഛനിപ്പോൾ പ്രീസ്റ്റ് ഹോമിൽ റെസ്റ്റ് ചെയ്യുകയാണ്. അച്ഛനെ എന്നെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടു കൂടി അച്ഛൻ്റെ ആ സ്നേഹവും വാത്സല്യവും ഇപ്പോഴും എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, പുറത്തൊരു ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ ഒരു ആള് പോകാനായിട്ട്, സെമിനാരി പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുക എനിക്ക് വേണ്ടി തമ്പുരാൻ വഴിയൊരുക്കി വെച്ചൊരു മനുഷ്യനെ പോലെയാണ്. നിനക്ക് വേണ്ടി ഇതാ പുറത്തൊരാൾ സെമിനാരി പോകാനായിട്ട്, ഒരു ക്യാമ്പിന് പോകാനായിട്ട് നിൽക്കുകയാണ്, നീ അവൻ്റെ കൂട്ടത്തിൽ പൊക്കോ എന്ന് തന്നെ അച്ഛന് നിർദ്ദേശിക്കുകയാണ്. ഞാൻ അവൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ റൊഗാത്തെ എന്ന് ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല, റൊഗേഷൻസിനെ കുറിച്ച് അറിയില്ല. എങ്കിലും ഈ സഭയിൽ അന്ന് ക്യാമ്പിന് വരികയാണ്. ക്യാമ്പിന് വന്ന് 3-4 ദിവസം, ഒരാഴ്ചയോളം ക്യാമ്പുണ്ട്. ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോഴാണ് ഇവരിവിടുന്ന് സെമിനാരിയിൽ ചേരാനുള്ള ഒരനുവാദം തന്നു. ഈ സെമിനാരിയിൽ ചേർന്ന് അങ്ങനെ പഠിക്കാനായിട്ടൊരു അവസരവും കിട്ടി. അതെനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഒരു വലിയ ആഹ്ലാദത്തിൻ്റെ നിറവായിട്ട് ഞാൻ ഇന്നും കാണുകയാണ്. ആ ഒരു നിമിഷം എന്നെ സെമിനാരിയിൽ ചേർക്കാനായിട്ട് എന്നെ അവർ ചേർത്തു, അല്ലെങ്കിൽ ചേർക്കാനായിട്ട് എനിക്ക് പറ്റും, ചേരാൻ എനിക്ക് പറ്റുമെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് തന്ന ഒരു അനുഭവമാണത്. സെമിനാരിയിലേക്ക് ചേർന്നപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ചിന്ത,
എന്നെ പോലെയുള്ള ഒരാൾക്ക് പഠിച്ച് വൈദികനാകാനായിട്ട് സാധിക്കുമെന്നുള്ള ചിന്ത പലപ്പോഴും എന്നെ അലട്ടിയിരുന്നു. എങ്കിലും മാക്സിമം ശ്രമിക്കുക. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ടായി, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ദൈവത്തിൻ്റെ ഒരു വിളി, ദൈവം എന്നെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. ആ ചിന്ത സെമിനാരി വന്നു കഴിഞ്ഞപ്പോൾ പഠിക്കാനൊക്കെ തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായി. എങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അതെന്നെ സഹായിച്ചു എന്നുള്ളതാണ്. നിരന്തരമായിട്ട് പ്രാർത്ഥനയിലുമൊക്കെ നിരന്തരം വളർന്നു വരാനായിട്ട് കുറച്ച് സഹായിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ സെമിനാരിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ സമയവും പ്രാർത്ഥനയും ചെറിയ എന്തെങ്കിലും വർക്കൊക്കെ ആയിരിക്കുമെന്നാണ്. പക്ഷേ ഫിലോസഫി 3 വർഷത്തെ ഫിലോസഫി, തുടർന്ന് 4 വർഷത്തെ തിയോളജി, അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സന്യാസ സമൂഹമായതുകൊണ്ട് 1 വർഷം നോവിഷ്യേറ്റ്, അതിനുശേഷം നോവിഷ്യേറ്റ് പോലെ തന്നെ തൊട്ടടുത്ത വർഷവും ഉണ്ട്. അങ്ങനെ ആ വർഷങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അതിലെനിക്കിപ്പോഴും ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ദൈവം എന്നെ കൈപിടിച്ച് നടത്തിയതുപോലെ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരെ എത്രത്തോളം സംരക്ഷിക്കും എന്നുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ധാരാളം കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കടന്നു പോകുന്ന വഴികൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറച്ചും കൂടെ ഒരു വ്യക്തത നൽകുവാനായിട്ട് ഈ ഫോർമേഷൻ കാലം എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും പല ചിന്തകൾ, എന്നെ പോലെയുള്ളവനെ അച്ഛനാകാവോ എന്നുള്ള ചിന്തയിൽ നിന്ന് എനിക്ക് നിനക്കും പറ്റും എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ദൈവം എന്നെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് ഞാൻ 1996 സെമിനാരി ചേരുക. സെമിനാരി ചേർന്ന് ആ കാലഘട്ടം മുതൽ ഞങ്ങൾ ചേരുന്ന റൊഗാത്തെ സെമിനാരിയിലാണ്, റൊഗേഷനിസ്റ്റ് സന്യാസ സമൂഹത്തിലാണ്. ഇത് 1888 മെസ്സീനയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സന്യാസ സമൂഹമാണ്, ഇറ്റലി മെസ്സീനയിൽ. ഞങ്ങളുടെ ഫൗണ്ടർ സെയിൻറ്റ് ഹനിബാൾ മേരി ഡി ഫ്രാൻസിയ എന്ന വൈദികനാണ്. അദ്ദേഹം ഒരു രൂപതാ വൈദികനായിരുന്നു. അദ്ദേഹത്തിന് പാവങ്ങളോടുള്ള പരിഗണനയും പാവങ്ങളോടുള്ള സ്നേഹവും ഒക്കെ പാവപ്പെട്ടവരോടൊപ്പമായിരിക്കുവാൻ രൂപതാ സേവനത്തെക്കാൾ ഉപരി പാവങ്ങളുടെ ഇടയിൽ സേവനം ചെയ്യാനായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെടുകയാണ് ചെയ്യുക. അദ്ദേഹത്തെ ഉദ്ബോധിപ്പിച്ച തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ വിശുദ്ധരായ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള തിരുവചനം ഞങ്ങളുടെ ഫൗണ്ടറിനെ സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം ആ വചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ സഭ സ്ഥാപിക്കപ്പെട്ടത്. ഇന്ന് ഞങ്ങൾ ഈ സഭയിൽ ഏറെക്കുറെ ഒരു 500ഓളം വൈദികരാണുള്ളത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഒരുപാട് 10-25ഓളം രാജ്യങ്ങളിലാണ് സേവനം ചെയ്യുക. യൂത്തിൻ്റെ പ്രൊമോഷൻ, അതോടൊപ്പം തന്നെ പാവങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക, പാവങ്ങളെ ഉദ്ധരിക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, അതോടൊപ്പം തന്നെ വിശുദ്ധരായ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഫൗണ്ടർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ഒന്നാമതായി വിശുദ്ധരായ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രണ്ടാമത് ഈ പ്രാർത്ഥന എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. കാരണം തമ്പുരാൻ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ വിശുദ്ധരായ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങളെല്ലായിടത്തും നിങ്ങൾ ചെല്ലുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പറയാറുണ്ട്, കർത്താവെ അങ്ങയുടെ ഈ സഭയിലേക്ക് വിശുദ്ധരായ അപ്പോസ്തലന്മാരെ അയക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ എല്ലാവർക്കും ഏറ്റുചൊല്ലാം, കർത്താവെ അങ്ങയുടെ സഭയിലേക്ക് വിശുദ്ധരായ അപ്പോസ്തലന്മാരെ അയക്കണമേ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രാർത്ഥന എല്ലാവരെയും അറിയിക്കുക. അതോടൊപ്പം തന്നെ വിശുദ്ധരായ വേലക്കാരായി തീരുക. ഞങ്ങൾ പരമാവധി എല്ലാവരും ശ്രമിക്കുന്നു വിശുദ്ധരായ വേലക്കാരായി തീരുവാനായിട്ട്. ഫോർമേഷൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വൈദിക പട്ടം സ്വീകരിക്കാനായിട്ട് 2009 ജനുവരി 6-ാം തീയതി ഒരുങ്ങി മുക്കുട ഇടവക ദേവാലയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സ് വളരെ സന്തോഷത്തിൻ്റെ നിർവൃതി ആയിരുന്നു. ആ ദിവസം അനുഭവിച്ച ആ അഭിഷേകം ഇന്നും ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അന്ന് ആ പട്ടത്തിൻ്റെ സമയത്ത് മുഴുവൻ സമയം എൻ്റെ ദേഹത്തുകൂടി, എൻ്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി പ്രവാഹം, ഒരു കരണ്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പലപ്പോഴും ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിമിഷമായിരുന്നു എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു സമയമാണത്.
ആനിക്കുഴിക്കാട്ടി പിതാവാണ് അന്നെനിക്ക് പട്ടം നൽകിയത്. ആ സുന്ദര സുരഭില ആ നിമിഷം എനിക്ക് മറക്കാനാവാത്തതാണ്. അവിസ്മരണീയമായി ഇന്നും ഞാനത് വളരെ ഭവ്യതയോടുകൂടെ അത് ഓർക്കുന്നു. പിന്നീട് അങ്ങോട്ട് ദൈവം തന്ന അവസരങ്ങൾ വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എനിക്കും എന്നെക്കുറിച്ച് പറയാനുള്ളത് അതുതന്നെയാണ്. പട്ടത്തിന് ശേഷം ഞാൻ കുറച്ച് നാൾ ഒരു വർഷം ഇടവകയിൽ സേവനം ചെയ്തു. വീണ്ടും സെമിനാരിയിൽ തിരിച്ചു വന്ന് ട്രഷററും അതുപോലെ വൈസ് റെക്ടറും ഒക്കെ ആയിട്ട് സെമിനാരിയിൽ സേവനം ചെയ്തു. വീണ്ടും ഞാൻ എൻ്റെ മേലധികാരികളോട് അപേക്ഷിച്ചു, എനിക്ക് ഇടവകയിൽ സേവനം ചെയ്യാനായിട്ട് അവസരം നൽകണമെന്ന് അപേക്ഷിച്ചു. 6 വർഷത്തോളം ഞാൻ 5 വർഷം വികാരിയായിട്ടും 2 വർഷം അസിസ്റ്റൻ്റായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 7 വർഷമാണ് ഇടവകയിൽ സേവനം ചെയ്തത്. ആ സേവനം ചെയ്തതിലൂടെ എനിക്ക് മനസ്സിലായത് ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഒരു പുരോഹിതൻ എങ്ങനെ ആയിരിക്കണം എന്ന് അവരെന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അന്ന് മുതൽ പിന്നീട് വൈദികരുടെ ഫോർമേഷനിലേക്കാണ് ഞാൻ കടന്നു വന്നത്. കുട്ടികളോട് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ് എടുക്കുന്ന വൈദിക വിദ്യാർത്ഥികളോടൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ പറയാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു വൈദികൻ, എന്താണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ഞാൻ നിരന്തരമായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ടായി. ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ, ജനങ്ങളുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാനയോ കുമ്പസാരോ അതുപോലെയുള്ള ആത്മീയ ശുശ്രൂഷയ്ക്ക് എപ്പോൾ വിളിച്ചാലും, രോഗിലേമനോ എപ്പോൾ ഏത് രാത്രി വിളിച്ചാലും ഞാൻ റെഡിയാണ്. കാരണം എനിക്കിത് ദൈവം എനിക്ക് ദാനമായിട്ട് തന്നതാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി നേടിയതാണ്. എനിക്കറിയില്ല എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ദൈവം ദാനമായി തന്നു. അത് ഞാൻ എപ്പോഴും ആൾക്കാർക്കത് ലഭ്യമാക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഫോർമേഷനിലേക്ക് വരുന്നത്. ഫോർമേഷനിൽ 5 വർഷം നോയിസ് മാസ്റ്ററായിട്ട് സേവനം ചെയ്തു. 5 ബാച്ച് കുട്ടികളെ പഠിപ്പിച്ചിറക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനുശേഷമാണ് ഈ മേജർ സെമിനാരിയിലേക്ക് ഇവിടുത്തെ സുപ്പീരിയറായിട്ട് വരുന്നത്. ഇവിടെ 25ഓളം കുട്ടികളാണ്, ഫിലോസഫിയും തിയോളജിയും കൂടി 25ഓളം കുട്ടികളാണ് ഉള്ളത്. അവർ മംഗലപ്പുഴ സെൻറ്റ് ജോസഫ് അന്തിവിക്കൽ സെമിനാരിയിലാണ് അവർ തിയോളജിയും ഫിലോസഫിയൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അവർക്കും ഇങ്ങനെ ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അവരുടെ ഡിസിപ്ലിൻ ശ്രദ്ധിക്കുവാനും അവരോടും ഇടയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ദൈവജനം എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള പുരോഗതിനെയാണ് ആഗ്രഹിക്കുന്നതെന്ന് അവരോട് പറഞ്ഞ് പഠിപ്പിക്കുവാനും അതുപോലെ എന്നെ ആവുന്ന രീതിയിലൊക്കെ മാതൃക കാണിച്ചുകൊണ്ട് ജീവിക്കാനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-38 തിരുവചനങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ സഭയുടെ ആപ്തവാക്യമാണത്. വിളവധികം വേലക്കാരർ ചുരുക്കം, അതിനാൽ വിളവിൻ്റെ നാഥനോട് വിളഭൂമിയിലേക്ക് ധാരാളം വിശുദ്ധരായ വേലക്കാരെ അയക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന ക്രിസ്തുവിൻ്റെ ആഹ്വാനം. ആ വിളി സ്വീകരിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നോളം സന്തോഷമാണ്. ഞാൻ അർഹനാണോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്ന എന്നെ ദൈവം പൗരോഹിത്യം, സന്യാസം നൽകി അനുഗ്രഹിച്ചു. ആ വിളിയിൽ എന്നും സന്തോഷിക്കുവാനും സാധിക്കുന്നിടത്തോളം ആത്മീയ വളർച്ചയിൽ മുന്നോട്ട് പോകുവാനുമൊക്കെ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര വലിയവനായാലും എത്ര ചെറിയ ആളായാലും തമ്പുരാൻ്റെ വിളി സ്വീകരിച്ചാൽ ദൈവം നമ്മെ വഴി നടത്തും. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ കഴിവുകളോ നമ്മളുടെ മേന്മകളോ ഒന്നുമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഒരു മനസ്സാണ്, നമ്മുടെ ഒരു ഹൃദയമാണ്. തമ്പുരാനോട് ചേർന്ന് നടക്കാനുള്ള ഒരു ഹൃദയം. അത് നമ്മളെപ്പോഴും ദൈവത്തിന് പരിശുദ്ധ അമ്മയെപ്പോലെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അന്നു മുതൽ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലാണ്. വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ അവിടുന്ന് ചേർത്ത് പിടിക്കും, അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരാക്കും. അവരിലൂടെ ധാരാളം നന്മകൾ ദൈവജനത്തിന് നൽകാനായിട്ട് ദൈവം ശ്രമിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ പൗരോഹിത്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്.
ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 16 വർഷം പിന്നിടുകയാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം വിളിച്ച വഴികളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുക, ദൈവം എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. പല മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു കൊച്ച് തിരിവെളിച്ചം പകർന്നു കൊടുക്കാനായിട്ട് ആത്മീയ ശുശ്രൂഷയിലൂടെ എന്നെ സഹായിച്ചിട്ടുണ്ട്, ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതെനിക്കൊരുപാട് സന്തോഷം നൽകുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ചിന്തിക്കുക, ഓരോ ദൈവവിളിയും അനേകം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ നിലവിളിയുടെ ഒരു പ്രതിഫലനമാണ് എന്നാണ്. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പല മനുഷ്യർക്കും ചെറിയൊരു സാന്ത്വന നൽകുമ്പോൾ അവർ നൽകുന്ന സ്നേഹമുണ്ട്, അത് വളരെ വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അത് പരസ്പരം പകർന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്കെല്ലാവർക്കും കഴിയട്ടെ. പൗരോഹിത്യത്തിൻ്റെ തുടർന്നുള്ള നാളുകളിലും ദൈവാനുഗ്രഹത്തിൻ്റെ നിറവ് ധാരാളം ഉണ്ടാകാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ വൈദികർക്കും, എല്ലാ സന്യസ്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ധാരാളം ദൈവമക്കൾ ഈ വിളിയിലേക്ക് കടന്നു വരുവാനും സധൈര്യം ഇത് ഏറ്റെടുക്കുവാനും തമ്പുരാനെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രസംഗിക്കുവാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ദൈവമക്കൾ ദൈവത്തെ അറിയാതെ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോകുന്നു. അവർക്കൊക്കെ ദൈവ വെളിച്ചം, ക്രിസ്തുവിൻ്റെ വെളിച്ചം, ക്രിസ്തുവിൻ്റെ തിരുനാളം പകർന്നു കൊടുക്കുവാൻ നമുക്കാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവേ